കർക്കിടക മാസമായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംശയമാണ് കർക്കിടക മാസത്തിൽ നമ്മൾ മുരിങ്ങയില കഴിക്കാമോ എന്നുള്ളത്. അതായത് നമ്മുടെ നാട്ടിലുള്ള പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയ്ക്ക് എപ്പോഴും വിഷാംശത്തെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മുരിങ്ങ എല്ലായ്പ്പോഴും ഈ വിഷാംശം വലിച്ചെടുക്കുമെങ്കിലും കർക്കിടക മാസം ആകുമ്പോഴേക്കും ഇത് നമ്മുടെ ഇലകളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയും അതിനുശേഷം ഇത് കഴിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. എപ്പോഴും ആളുകൾ ഇതൊരു സംശയമായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് മുരിങ്ങയില കർക്കിടക മാസത്തിലല്ല ഏതൊരു മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ദോഷകരമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയിലയിൽ ഒരു തരം ഫൈബർ ഉണ്ട്. അത് സാധാരണ ഇലക്കറികളേക്കാൾ കൂടുതൽ കട്ടിയുള്ള രീതിയിലുള്ള ഫൈബറാണ് കാണുന്നത്. അപ്പോൾ ഈ ഫൈബർ കൂടുതലായിട്ട് അലർജിക് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഫൈബറിനെ നന്നായിട്ട് ദഹിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇൻറ്റസ്റ്റൈനും അതുപോലെ തന്നെ അവരുടെ വയറിനും ദഹിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഗ്യാസ് കയറുന്നത് പോലെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഛർദിലും അതുപോലെ തന്നെ ചിലർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധവും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ കർക്കിടക മാസത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ ഒരു ധാരണ പടരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം.